നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെഡിക്കൽ ഇൻഷുറൻസ് തരപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് ഹൈക്കോടതി അഭിഭാഷകനിൽ നിന്നും 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വ്യാജ ഡോക്ടറും അമ്മയും അറസ്റ്റിൽ. യോഗയിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന സന്ദേശം നൽകി അന്താരാഷ്ട്ര യോഗാ ദിനം നാടാകെ ആഘോഷിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച യോഗാ ദിനം ഡോക്ടർ മീര ഉദ്ഘാടനം ചെയ്തു. ഒന്നര കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി സഹിൻ മണ്ഡൽ ആണ് കാലടി പോലീസിന്റെ പിടിയിലായത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മെഡിക്കൽ ഇൻഷുറൻസ് തരപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് ഹൈക്കോടതി അഭിഭാഷകനിൽ നിന്നും 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വ്യാജ ഡോക്ടറും അമ്മയും അറസ്റ്റിൽ. കോട്ടയം കിടങ്ങൂർ സ്വദേശി രതീഷും അമ്മ ഉഷ അശോകനുമാണ് അറസ്റ്റിലായത്. ഫേസ്ബുക്ക് വഴി ഡോക്ടറാണെന്ന് പരിചയപ്പെട്ട് ക്യാൻസർ രോഗിയായ അച്ഛന്റെ ചികിത്സാ സഹായം വാങ്ങി നൽകാമെന്ന് കബളിപ്പിച്ച് ഹൈക്കോടതി അഭിഭാഷകനിൽ നിന്നും 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മകനും അമ്മയും അറസ്റ്റിലായി. കോട്ടയം ഏറ്റുമാനൂർ കിടങ്ങൂർ മംഗലത്തുകുഴിയിൽ അശോകൻ മകൻ രതീഷിന്റെ അമ്മ ഉഷ അശോകൻ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പറവൂർ കോട്ടുപള്ളി സ്വദേശിയായ അഡ്വക്കേറ്റ് വിനോദിനെയാണ് കബളിപ്പിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് താനെന്നും ക്യാൻസർ രോഗിയായ അഭിഭാഷകന്റെ പിതാവിന് ഡിസ്ട്രിക്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ മുഖാന്തരം സ്പോൺസർഷിപ്പ് തരപ്പെടുത്താം എന്ന് പറഞ്ഞാണ് 1 ലക്ഷം രൂപ വാങ്ങിയത്. 1 വർഷം 15 ലക്ഷത്തോളം രൂപ ഇതുവഴി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പണം അയക്കുന്നതിന് അമ്മയുടെ അക്കൗണ്ടാണ് ഇയാൾ നൽകിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. എനിക്ക് ഡോക്ടറാണ്, എനിക്കൊരു കേസിൻ്റെ ആവശ്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ ചോദിക്കുകയാണ്. അങ്ങനെ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു. വക്കീൽ എന്നുള്ള നിലയ്ക്ക് എന്നോട് കേസിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചത്. അപ്പോൾ എന്നോട് പരിചയപ്പെട്ടത് ഞാൻ ഡോക്ടർ വിഷ്ണുദത്ത്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് സർജൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അതിൻ്റെ അവിടെ ജോലി ചെയ്യുന്നു. 4 വർഷത്തോളമായി ഞാൻ ഇവിടെ കാർഡിയാക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് പരിചയപ്പെട്ടതും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒരു കേസ് നടത്താനുണ്ടെന്ന് കോട്ടയത്ത് പോയി കേസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കോട്ടയത്ത് ഞാൻ ഇപ്പോൾ അങ്ങനെ ഔട്ട് സ്റ്റേഷൻ വർക്ക് നടത്താറില്ല, അതുകൊണ്ട് ഞാൻ പരിചയമുള്ളൊരു വക്കീലിനെ ഏർപ്പെടുത്തി തരാം. അങ്ങനെയാണ് ഇയാളായിട്ട് പരിചയത്തിലേക്ക് ഞാൻ വരുന്നത്. ഒരു ക്ലയൻറ്റ് വക്കീൽ എന്നുള്ള നിലയ്ക്കുള്ളൊരു പരിചയമാണ് ഇയാളായിട്ട് ഞാൻ. എന്നോട് ചോദിച്ചത് എൻ്റെ ഇതിനകത്തേക്ക് അച്ഛനാണ് ക്യാൻസർ രോഗിയാണ് എൻ്റെ അച്ഛൻ. ആ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വലിയ തുക ചിലവാകുമ്പോൾ ഇയാൾ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഇയാൾ എന്നോട് പറഞ്ഞ ഡിസ്ട്രിക്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ മുഖാന്തരം ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടെന്നും 5 പേരെ ഒരു ഡോക്ടർക്ക് സ്പോൺസർ ചെയ്യാമെന്നും അങ്ങനെ സ്പോൺസർ ചെയ്താൽ 1 വർഷം 15 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടുമെന്നും ലൈഫ് ലോങ് അങ്ങനെ കവറേജ് കിട്ടുമെന്നും പറഞ്ഞാണ് എൻ്റെ അടുത്ത് ഇയാളത് പൈസ മേടിച്ചത്. അങ്ങനെ വിശ്വസിക്കാണ്ടായ സാഹചര്യം പല സമയത്തും നമ്മൾ ലേക്ക് ഷോറിൽ ഗംഗാരൻ ഡോക്ടറെയോ അല്ലെങ്കിൽ അനുപമ മാഡത്തിനെയോ കാണാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ രാത്രിയാണ് അവരെ കണ്ട് അവരുടെ ജോലി തിരക്കൊണ്ട് കാണാൻ പറ്റുന്നത്. ഒരു ദിവസം ഈ പണം ആവശ്യപ്പെടുന്ന തൊട്ട് മുമ്പ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എനിക്ക് അന്ന് ടോക്കൺ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടോക്കൺ എടുക്കാത്ത ഒരു ദിവസം അവിടെ ചെന്ന് ടോക്കൺ എടുക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത് ചേട്ടന് കാണാനുള്ള അവസരം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ അനുപമയെ, ഈ എൻ്റെ അച്ഛനെയും അമ്മയും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ അനുപമയെ ഡോക്ടർ വിഷ്ണു ആണെന്ന് പറഞ്ഞാൽ അവരെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് എനിക്ക് കൂടുതലായിട്ട് വിശ്വാസം ജനിപ്പിച്ചത്. ഇയാൾക്ക് ഇപ്പോൾ എൻ്റെ അറിവിൽ ഒരു 10ഓളം കേസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് ലക്ഷക്കണക്കിന് 10 ലക്ഷം രൂപ വരെ ഓരോരുത്തരെ പറ്റിച്ചിട്ടുണ്ട്. LD ക്ലർക്കായിട്ട് ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് പറയാൻ കഴിഞ്ഞതും ഇപ്പോൾ CAയോട് അദ്ദേഹം പറഞ്ഞതുമായ പല സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ പല സ്റ്റേഷനുകളിലും ഇയാൾ സമാനമായ രീതിയിൽ ഡോക്ടറാണെന്നുള്ള രീതിയിൽ തന്നെ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും CI ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഓൺലൈനിലൂടെ സർജറി നടത്തി ബാംഗ്ലൂർ ഓൺലൈനായിട്ട് MBBS ചെയ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും MCHൻ്റെ ഫുൾ ഫോം പോലും അയാൾക്ക് ഒരു ആസ് എ പ്രൊഫഷണൽ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് MCHൻ്റെ ഫുൾ ഫോം പോലും കൃത്യമായിട്ട് പറയാൻ അറിയില്ല. MCHൻ്റെ ഫുൾ ഫോം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയാതിരുന്നതാണ് എനിക്ക് ഇയാളൊരു ഡോക്ടർ ആണോ അല്ലയോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പിന്നീട് എനിക്ക് റീസെൻ്റ്ലി വരാണ്ടായ സാഹചര്യം. അപ്പോൾ ഇയാൾ ജോലി ചെയ്തു എന്ന് പറഞ്ഞ പല സാഹചര്യങ്ങളും നേരിട്ട് കാണാൻ ഒരവസരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും ഇയാൾ നേരിട്ട് കാണാൻ അത് സ്കൂട്ടായി അയാളെ തന്നെ പെട്ടെന്ന് പിന്മാറി പോവുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇയാൾ കള്ള അക്കൗണ്ടാണ് നമുക്ക് തന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൊളീഗ് നേഴ്സിൻ്റെ നമ്പറാണ് എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത്. ഇയാളുടെ സാലറി അക്കൗണ്ട് എനിക്ക് തരാതിരുന്നത് ടാക്സിൻ്റെ പ്രശ്നം വരും, ടാക്സ് ലിമിറ്റായി, അതുകൊണ്ട്
അയാൾക്ക് കൂടുതൽ പ്രശ്നം വരുമെന്നുണ്ട്. ഒരു ലേഡി നേഴ്സിൻ്റെ നമ്പറാണെന്ന്, കൊളീഗിൻ്റെ നമ്പറാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ അന്വേഷണത്തിൽ ഇയാളുടെ അമ്മയാണെന്നും എനിക്ക് ബോധ്യമായി. അമ്മയ്ക്കും ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. അമ്മയും ഇയാളും കൂടി ചേർന്നാണ് ഈ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. യോഗയിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന സന്ദേശം നൽകി അന്താരാഷ്ട്ര യോഗ ദിനം നാടാകെ ആഘോഷിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച യോഗാ ദിനം ഡോക്ടർ മീര ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാകാത്ത സംഭാവനയായ യോഗ കേവലം ഒരു വ്യായാമമല്ലെന്നും മറിച്ച് മനുഷ്യനും ലോകവും പ്രകൃതിയും ഒന്നാണെന്ന തിരിച്ചറിവുണ്ടാക്കുകയാണ് യോഗയിലൂടെ നേടുകയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അന്താരാഷ്ട്ര യോഗ ദിനം കടന്നുപോയത്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മഹിളാ സമന്വയ വേദി, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച യോഗാ ദിനം ഡോക്ടർ മീര ഉദ്ഘാടനം ചെയ്തു. ശാരീരികമായ എക്സസൈസുകളുമായി വളരെ അന്തരമുണ്ട്. യോഗയിൽ നമ്മൾ ശരീരവും മനസ്സും ആത്മാവും ഒന്നായി ചേരുകയാണ്. ദാറ്റ് ഈസ് യോഗ മീൻസ് യൂണിയൻ. ദാറ്റ് ഈസ് എ യൂണിയൻ ബിറ്റ്വീൻ മനുഷ്യൻ്റെ ശരീരവും അതിൻ്റെ അന്തരാത്മാവുമായുള്ള ഒരു യോജനയാണ് യോഗ എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പലതരം ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന്, ഉദാഹരണമായിട്ട് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, പിന്നെ ഒരു മിഡിൽ ഏജ് ആകുമ്പോഴത്തേക്കിന് കണ്ടുവരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റീസ് മെലിറ്റസ്, hypertension, cardiac disease and even cancer. All this can be prevented. നമ്മൾ ഏർലി ഒരു സ്റ്റേജിൽ നമ്മൾ കുട്ടികളെ യോഗ ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അവരുടെ ജീവിതചര്യയായിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഭാവി തലമുറയെ പകർത്തെടുക്കാൻ സാധിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് NP ബാബു, സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാജീവ്, RSS സംഘ് ചാലക് MB സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ആദ്യം ക്ലോക്ക് വൈസ് 3 പ്രാവശ്യം ചെയ്യാം. വീണ്ടും വിട്ടുകൊണ്ട് മേലേക്ക്, വിട്ടുകൊണ്ട് നേരെ വയ്ക്കാം. എടുത്തുകൊണ്ട് ഇടത് സൈഡിൽ കാൽപാദങ്ങളിൽ നിൽക്കാം. പതിയെ താഴേക്ക് നിൽക്കാം. കൈകൾ നിവർത്തി മേളിലേക്ക്. 1.5 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി സഹിൻ മണ്ഡൽ ആണ് കാലടി പോലീസിന്റെ പിടിയിലായത്. 1.5 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സഹിൻ മണ്ഡലിനെയാണ് കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കാലടി ഇരവിപുരം ക്ഷേത്രത്തിന് സമീപമായിരുന്നു പരിശോധന. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കഞ്ചാവ് ആവശ്യാനുസരണം വിൽപ്പന നടത്തുകയാണ് പതിവ്. ചെങ്ങമനാട് വാടകയ്ക്ക് താമസിക്കുന്ന പ്രതിയെ മാസങ്ങൾക്ക് മുമ്പും ഇതേ കേസിൽ പിടികൂടിയിട്ടുണ്ട്. ചേന്നമംഗലം പഞ്ചായത്തിലെ 68-ാം നമ്പർ അങ്കണവാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചേന്നമംഗലം പഞ്ചായത്തിലെ 68-ാം നമ്പർ അങ്കണവാടിയാണ് കുട്ടികൾക്കായി തുറന്നു നൽകിയത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AS അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി ടീച്ചർ, പഞ്ചായത്ത് അംഗം ശ്രീദേവി സുരേഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ വാർഡിലുള്ള ഈ അംഗൻവാടി കെട്ടിടം ഭംഗിയായി പണിതെടുത്ത് കുട്ടികൾക്ക് നല്ല സൗകര്യമുള്ള രീതിയിലാക്കി ഇനി കൂടുതൽ കുട്ടികളിലൂടെ പഠിക്കട്ടെ. അത് ഏറ്റവും സന്തോഷം ടീച്ചർക്കാണ്. കാരണം നേരത്തെ സൗകര്യം ഇല്ലാതിരുന്നില്ല അല്ലേ, വിഷമമൊക്കെ മാറി നല്ലതുണ്ട്. ഇതിന് സഹകരിച്ച എല്ലാവരോടും, പഞ്ചായത്ത് ഭരണസമിതിയോടും മറ്റെല്ലാവരോടും, മെമ്പർമാരോടും, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി വലിയ ഉത്സാഹത്തിൽ നടന്ന ശ്രീദേവി മെമ്പറോട് എല്ലാവരോടും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. പണി കരാറേറ്റെടുത്ത കരാറുകാരുണ്ട്, എല്ലാം ഭംഗിയായി അവർ ചെയ്തു തീർത്താണ്. എല്ലാവരോടും 20 ലക്ഷം രൂപയാണ് മുടക്കി. അതുകൊണ്ട് കേൾക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ
ഇൻഷുറൻസ് തരപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് ഹൈക്കോടതി അഭിഭാഷകനിൽ നിന്നും 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വ്യാജ ഡോക്ടറും അമ്മയും അറസ്റ്റിൽ. യോഗയിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന സന്ദേശം നൽകി അന്താരാഷ്ട്ര യോഗാ ദിനം നാടാകെ ആഘോഷിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച യോഗാ ദിനം ഡോക്ടർ മീര ഉദ്ഘാടനം ചെയ്തു. ഒന്നര കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി സഹിൻ മണ്ഡൽ ആണ് കാലടി പോലീസിന്റെ പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം എൽജി വിഷനിൽ. നമസ്കാരം.